ഹെവി കടിഞ്ഞൂല് പശുവാണ് കേട്ടോ. അതാണ്ട എൻ്റെ അകിടൊക്കെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അടുത്ത ഒരു കടിഞ്ഞൂല് പശു ഇതാ അകിട് നോക്കിയോ. അടുത്ത രണ്ടാം പ്രസവം. എൻ്റെ പശുക്കളുടെ വലിപ്പം അറിയണമെന്നുണ്ട്. ഏട്ടാ മുരുകൻ ചേട്ടൻ നിൽക്കുന്നത്. മുരുകൻ ചേട്ടൻ 6 അടി പൊക്കമുള്ള ആളാണ്. മുരുകൻ ചേട്ടൻ ഇതൊക്കെ എത്ര പാല് കിട്ടാൻ സാധ്യതയുള്ള പശുക്കളാണ് ഈ വലിയ പശുക്കളെല്ലാം? 22, 25, 27 അങ്ങനെ കിടക്കുന്ന പശു. അതായത് 20+. 20 മുകളിൽ തന്നെ, 20 മേളിലുള്ള പാല് കിട്ടുന്ന വലിയ പശുക്കളെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈസ് നോക്കിയോ. ഇതാ ചേട്ടാ, ഇതിന്റെ പ്രസവത്തിന് കണക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ? ആദ്യത്തെ 2 ഒന്നാം പ്രസവത്തിലുള്ള പശുക്കളല്ലേ? ഒന്നാം പ്രസവം, 2 കടിഞ്ഞില്. കാണേണ്ടവർക്ക് കൊമ്പ് കണ്ടോളൂ. മോഴ. ഇതും രണ്ടാം പ്രസവം. ഇത് രണ്ടും കൊമ്പ് കണ്ട് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് 3 അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇതാ പശുക്കളുടെ സൈസ് നോക്കിയോ ചേട്ടാ. ഇതിന്റെയൊക്കെ ഒരു വില ഭാഗം, ഇതായത് 70,000 തൊട്ട് 1 ലക്ഷം പേർ പശുവുണ്ട്. അതായത് പാല അനുസരിച്ച് 70,000 തൊട്ട് 1 ലക്ഷം പേർ പശു. ഈ ടൈപ്പ് പശുക്കൾ 1 ലക്ഷം രൂപ വരെ പശുക്കളുണ്ട്. വേണ്ട പശുക്കൾ നോക്കുകയാണ്, ഗംഭീര പശുക്കൾ. ഇതൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാലും ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തിന് മേളിലുള്ള വിലയേ ഉള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ സൈസ് ഉണ്ട്. ഇത് കടിഞ്ഞൂരിലൊക്കെ 1 ലക്ഷത്തിന് മേളിൽ വിൽക്കുന്ന പശുക്കളാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന 1 വരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ചേട്ടാ ഇനിയുണ്ടോ പശുക്കൾ? നമ്മളെ വിളിച്ച് പുള്ളി പറഞ്ഞത് വേറെ പശുക്കൾ പുള്ളിയുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ച ഈ ടൈപ്പ് സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഈ ചെറിയ സ്കീമുകാർക്കൊക്കെ ഉള്ള പശുക്കളുണ്ടോ നമ്മുടെ കയ്യിൽ? സ്കീമുകാർക്കുള്ളതുണ്ട്. 60,000 തൊട്ട് 50,000 തൊട്ട് 1 ലക്ഷം പേർ പശുണ്ട്. 60 ഉണ്ട്, 55 ഉണ്ട്, 60,000 ഉണ്ട്. ആ സ്കീമുകാർക്ക് പറ്റിയ പശുക്കളുണ്ട്. അതിനെ കുറിച്ച് കണ്ടാലോ?